എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ ലിക്വിഡ് സൊല്യൂഷനിൽ നടക്കുന്ന വേപ്പർ പ്രഷറിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് നാം സോളിഡ് ലിക്വിഡ് സൊല്യൂഷനിൽ നടക്കുന്ന വേപ്പർ പ്രഷറിന്റെ എഫക്റ്റിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. Consider a volatile liquid in a closed vessel. നാം ഇവിടെ ഒരു ക്ലോസ്ഡ് വെസൽ എടുക്കുന്നു. അതിൽ ബാഷ്പീകരണശീലമുള്ള വോളറ്റൈൽ നാച്ചറുള്ള ഒരു സോൾവെന്റ് എടുക്കുന്നു, ഒരു ലിക്വിഡ് എടുക്കുന്നു. അത് വാട്ടർ ആയിക്കോട്ടെ, എഥനോൾ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു വോളറ്റൈൽ നേച്ചറുള്ള ലിക്വിഡാണ് ഞാൻ ഈ ക്ലോസ്ഡ് വെസലിൽ എടുത്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കണക്ക് തന്നെ ഇവിടെയെല്ലാം സർഫസ് മോളിക്യൂളുകളുണ്ട്. ഈ സർഫസ് മോളിക്യൂളുകൾ സർഫസിൽ നിന്നും വേപ്പറായിട്ട് ഇതിന്റെ സർഫസിലോട്ട് എസ്കേപ്പ് ചെയ്യും. ഇതെല്ലാം ഈ പറയുന്ന വോളറ്റൈൽ ലിക്വിഡിന്റെ വേപ്പേഴ്സ് ആണ്. ഈ വേപ്പറുകൾ ഈ ലിക്വിഡിന്റെ സർഫസിലോട്ട് ഒരു പ്രഷർ എക്സേർട്ട്. ഈ പ്രഷറിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഈ പ്രഷറിനെ നമ്മൾ പറയുന്ന പേരാണ് വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ ലിക്വിഡ് ഓർ എ പ്യുവർ കമ്പോണന്റ്, ദാറ്റ് ഈസ് P0 എന്ന് വിളിക്കും. P0. അപ്പോൾ ഒരു ചെറിയൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ P0A, P0B എന്ന് പറഞ്ഞു. ഇവിടെ സാർ P0 എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ എടുത്തിരിക്കുന്ന ലിക്വിഡ് വോളറ്റൈൽ ലിക്വിഡ് A ആണെങ്കിൽ നമ്മൾ ഇവിടെ P0A എന്നെടുക്കും. ഇവിടെ B എന്ന് പറയുന്ന വോളറ്റൈൽ ലിക്വിഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ P0B എന്ന് പറയും. ഇവിടെ ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞു P0. അതിനെ P0A എന്നെടുക്കാം, P0B എന്നെടുക്കാം, P0C എന്നെടുക്കാം. നമ്മൾ വെള്ളം എടുക്കുകയാണെങ്കിൽ P0H2O എന്നെടുക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ P0 ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ എടുത്ത ലിക്വിഡ് ഒരു വോളറ്റൈൽ ലിക്വിഡായി. ഇതിലോട്ട് ഞാൻ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. ഇപ്പൊ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ സോഡിയം ക്ലോറൈഡ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഗ്ലൂക്കോസ് ആഡ് ചെയ്യാം. അതുപോലുള്ള ഏതെങ്കിലും ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് നമ്മൾ ഒരു നേരത്തെ എടുത്തിരിക്കുന്ന കണ്ടെയ്നറിൽ ഇരിക്കുന്ന വോളറ്റൈൽ ലിക്വിഡിലോട്ട് ആഡ് ചെയ്യുക. ഓക്കെ, ഞാനത് വേറൊരു കണ്ടെയ്നറിലാക്കി ഇവിടെ വരയ്ക്കുന്നു. ഈ സെയിം കണ്ടെയ്നറിലോട്ടാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വേറൊരു കണ്ടെയ്നർ ആക്കി തൊട്ടപ്പുറത്ത് വരയ്ക്കും. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത സോൾവെന്റ് ആണ്. അത് വാട്ടർ ആയിക്കോട്ടെ, ഏതുമായിക്കോട്ടെ. ഓക്കെ, ഇതിലോട്ട് നമ്മൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യും. വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സോഡിയം ക്ലോറൈഡ് എടുക്കാം. ഓക്കെ, അപ്പോ ഇതൊരു സൊല്യൂഷൻ ആകുന്നു. അപ്പോ ഈ ഒരു കണ്ടെയ്നർ എന്തായിട്ട് മാറുന്നു? ഇതിലിരിക്കുന്നത് സൊല്യൂഷൻ ആണ്, ഇതിലിരിക്കുന്നത് ഒരു ലിക്വിഡ് ആണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് സോൾവെന്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ഒരു പ്യുവർ സോൾവെന്റിലോട്ട് നമ്മൾ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടായ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ സർഫസിൽ രണ്ട് തരത്തിലുള്ള പാർട്ടിക്കിൾ കാണും. സോൾവെന്റിന്റെ പാർട്ടിക്കിളും കാണും, സൊല്യൂട്ടിന്റെ പാർട്ടിക്കിളും കാണും. ഓക്കെ, ഞാനിവിടെ സൊല്യൂട്ടിന്റെ പാർട്ടിക്കിളിനെ ഒന്ന് ഡാർക്കൻ ചെയ്യുക. ഓക്കെ, ഇങ്ങോട്ടെല്ലാം. അപ്പൊ ഇവിടെ നമുക്കറിയാം ഈ എടുത്ത സൊല്യൂട്ട് പാർട്ടിക്കിൾ നോൺ വോളറ്റൈൽ ആണ്. അതായത് അതിന് ബാഷ്പീകരണ ശീലമില്ല.
ഇവിടെ ബാഷ്പീകരണ ശീലമുള്ളത് അല്ലെങ്കിൽ ആ വോളറ്റൈൽ നേച്ചർ ഉള്ളത് ആർക്കാണ്? സോൾവെന്റ് പാർട്ടിക്കിളാണ്. ഇപ്പൊ വെള്ളമാണെങ്കിൽ വെള്ളമാണ് അവിടുത്തെ ബാഷ്പീകരണ ശീലമുള്ള അല്ലെങ്കിൽ വോളറ്റൈൽ നേച്ചർ ഉള്ള ലിക്വിഡ്. അപ്പോ ഇവിടെ രണ്ട് തരത്തിലുള്ള ഇവിടുത്തെ സർഫസിൽ രണ്ട് തരത്തിലുള്ള പാർട്ടിക്കിൾ നിൽക്കുന്നു. വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡിന്റെ മോളിക്യൂളും നോൺ വോളറ്റൈൽ ആയ സൊല്യൂട്ടിന്റെ പാർട്ടിക്കിൾ. അപ്പോൾ ഇവിടെ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് പാർട്ടിക്കിളിന് എന്ത് സംഭവിക്കുന്നില്ല? എവാപറേഷൻ സംഭവിക്കുന്നില്ല, അതിന് വേപ്പറൈസേഷൻ സംഭവിക്കുന്നില്ല. മറിച്ച് അവിടെ സോൾവെന്റ് മോളിക്യൂളുകൾക്ക് വേപ്പറൈസേഷൻ സംഭവിക്കുന്നു. അപ്പോൾ അത് വേപ്പറായിട്ട് മുകളിലോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം രണ്ട് തരത്തിലുള്ള വേപ്പർ മോളിക്യൂളുകൾ ഉണ്ടാകേണ്ടതാണ്. സോൾവെന്റിന്റെ മോളിക്യൂളുകളും സൊല്യൂട്ടിന്റെ മോളിക്യൂളുകൾ. ഇവിടെ സൊല്യൂട്ടിന്റെ മോളിക്യൂളുകൾ വേപ്പർ ഫേസിൽ കാണുന്നില്ല, കാരണം അത് നോൺ വോളറ്റൈലാണ്. അപ്പൊ ആരുടെ പാർട്ടിക്കിൾ മാത്രമേ ഇവിടെ കാണുള്ളൂ? സോൾവെന്റിന്റെ പാർട്ടിക്കിൾ മാത്രമേ കാണുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി ഇത് പരിശോധിച്ച് രണ്ട് കണ്ടെയ്നറുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ വേപ്പറിന്റെ എമൗണ്ട് കൂടുതലായിരിക്കും, ഇവിടെ വേപ്പറിന്റെ എമൗണ്ട് കുറവായിരിക്കും. അവിടെ കുറയാൻ കാരണം എന്താണ്? അവിടുത്തെ സൊല്യൂട്ട് പാർട്ടിക്കിൾ നോൺ വോളറ്റൈൽ ആയതുകൊണ്ട് അതിന് വേപ്പറൈസേഷൻ സംഭവിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടെ പരിശോധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഇവിടെ ഏത് കണ്ടെയ്നറിൽ ഇരിക്കുന്ന ലിക്വിഡിനാണ് വേപ്പർ പ്രഷർ ഏറ്റവും കൂടുതൽ. ഇത് ഞാൻ ഒന്നാമത്തെ കണ്ടെയ്നർ, ഇത് രണ്ടാമത്തെ കണ്ടെയ്നർ. ഒന്നാമത്തെ കണ്ടെയ്നറിൽ ഇരിക്കുന്ന ലിക്വിഡിനായിരിക്കുമോ അതോ രണ്ടാമതിരിക്കുന്ന കണ്ടെയ്നറിൽ ഇരിക്കുന്ന സൊല്യൂഷൻ ആയിരിക്കുമോ വേപ്പർ പ്രഷർ കൂടുതൽ? അപ്പോൾ നിങ്ങൾക്കറിയാം വേപ്പർ കൂടുതലുള്ളത് ഒന്നാമത്തെ ലിക്വിഡ് ഇരിക്കുന്ന കണ്ടെയ്നറിലാണ്. അതുകൊണ്ട് അവിടെ വേപ്പർ പ്രഷർ കൂടുതലും രണ്ടാമത്തെ കണ്ടെയ്നറിൽ ഇരിക്കുന്ന സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറവുമായിരിക്കും. കുറവാകാൻ കാരണം എന്താ? അവിടെ വേപ്പർ സ്റ്റേറ്റിൽ ഇരിക്കുന്ന മോളിക്യൂളുകളുടെ എണ്ണം കുറവാണ്, ഇവിടെ എണ്ണം കൂടുതലാണ്. അപ്പോ സൊല്യൂഷന്റെ മുകളിലുള്ള വേപ്പറുകളുടെ എമൗണ്ട് കുറവാണ്. അതുകൊണ്ട് സൊല്യൂഷന്റെ സർഫസിലോട്ട് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും, ഞാൻ ഇതിനെ PS എന്ന് വിളിക്കുന്നു, പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ. ഇവിടെ നിങ്ങൾക്കറിയാം പാർഷ്യൽ പ്രഷർ ഓഫ് ദി പ്യുവർ സോൾവെന്റ്. അപ്പൊ രണ്ടാണ്, P0യും PS-ഉം. P0 എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ, പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ സോൾവെന്റ്. വാട്ട് ഈസ് PS? പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ. ഇതിൽ ഏതാ കൂടുതൽ? പാർഷ്യൽ പ്രഷർ ഓഫ് ദി പ്യുവർ സോൾവെന്റ്. So from this we can say that the partial vapor pressure of the solution is always less than that of pure solvent. എന്താ കാരണം? കാരണം നിങ്ങൾക്കറിയാം ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ സർഫസിൽ രണ്ട് തരത്തിലുള്ള മോളിക്യൂളുകൾ നിൽക്കുന്നു. സൊല്യൂട്ട് പാർട്ടിക്കിൾ നിൽക്കുന്നുണ്ട്, സോൾവെന്റ് പാർട്ടിക്കിൾ നിൽക്കുന്നുണ്ട്. ഇതിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾ നോൺ വോളറ്റൈൽ ആണ്, അതിന് ബാഷ്പീകരണ ശീലമില്ല, അതുകൊണ്ട് അത് വേപ്പറായിട്ട് മാറുന്നില്ല. അത് വേപ്പറായിട്ട് ഇതിന്റെ സർഫസിലോട്ട് എസ്കേപ്പ് ചെയ്യുന്നില്ല. മറിച്ച് സോൾവെന്റ് മോളിക്യൂളുകൾ വോളറ്റൈൽ ആണ്, അത് അതിന്റെ സർഫസിലോട്ട് വേപ്പറായിട്ട് എസ്കേപ്പ് ചെയ്യുന്നു. അപ്പൊ സോൾവെന്റ് മോളിക്യൂളുകൾ മാത്രമാണ് എങ്ങോട്ട് എസ്കേപ്പ് ചെയ്യുന്നത്? സർഫസിന്റെ മുകളിലോട്ട് എസ്കേപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ വേപ്പർ പ്രഷർ സ്വതവേ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ദി വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ഈസ് ആൾവേസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. എന്താ കാരണം? ദി ഫ്രാക്ഷൻ ഓഫ് സർഫസ് ഈസ് ഒക്കുപ്പൈഡ് ബൈ solute particles. The fraction of surface is occupied by solute particles, so the number of solute particles passing to vapor phase decreases. Hence the vapor pressure also decreases. അതുകൊണ്ടാണ് ഇത് ഇവിടെ വേപ്പർ പ്രഷർ ഡിക്രീസ് ആയത്. ആരുടേത്? സൊല്യൂഷൻ്റെത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ദി വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ഈസ് ആൾവേസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്.
അപ്പൊ നമുക്കിവിടെ ഒരു കാര്യം കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഗ്രാഫ് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന സൊല്യൂഷനിൽ രണ്ട് കമ്പോണന്റ്, സൊല്യൂട്ടും സോൾവെന്റും. ഇതിലെ സൊല്യൂട്ട് എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ ആണ്, സോൾവെന്റ് വോളറ്റൈൽ ആണ്. സൊല്യൂട്ട് ബാഷ്പീകരണ ശീലമില്ലാത്തതാണ്, സോൾവെന്റ് ബാഷ്പീകരണ ശീലമുള്ളതാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള രണ്ട് കമ്പോണന്റ് ഉള്ള ഒരു സൊല്യൂഷൻ ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിന്റെ ഗ്രാഫാണ് റൗൾസ് ലോ അനുസരിച്ച് നമുക്ക് വരയ്ക്കേണ്ടത്. നമ്മൾ ആ ഗ്രാഫ് ഒന്ന് വരയ്ക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഇവിടെ മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ്, ഇവിടെ പാർഷ്യൽ വേപ്പർ പ്രഷർ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ നമ്മൾ സോൾവെന്റ് എടുക്കുന്നത്, സോൾവെന്റ് മാത്രമാണ് വോളറ്റൈൽ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഗ്രാഫിൽ ഏത് കമ്പോണന്റിന്റെ ഗ്രാഫ് മാത്രമേ നമുക്ക് വരയ്ക്കേണ്ടതായിട്ടുള്ളൂ? സോൾവെന്റിന്റെ. കാരണം സൊല്യൂട്ടിന്റെ ഗ്രാഫ് നമുക്ക് ഇവിടെ വരയ്ക്കേണ്ടത് കാര്യമില്ല. കാരണം അതിന്റെ പാർഷ്യൽ പ്രഷർ, പാർഷ്യൽ വേപ്പർ പ്രഷർ 0 ആണ്. കാരണം ഈ ലിക്വിഡിന്റെ സർഫസിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾ ഒന്നും തന്നെ വേപ്പറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിന്റെ വേപ്പർ പ്രഷർ, പാർഷ്യൽ വേപ്പർ പ്രഷർ എപ്പോഴും 0 ആയിരിക്കും. ഇപ്പോ ഇവിടെ ആരുടെ വേപ്പർ പ്രഷർ മാത്രമേ നമുക്ക് വരയ്ക്കേണ്ടതായിട്ടുള്ളൂ? സോൾവെന്റ് മോളിക്യൂളിന്റെ. കാരണം സോൾവെന്റ് മോളിക്യൂളുകൾ മാത്രമാണ് ഇവിടെ വേപ്പർ ഫേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ അത് 0 ആണ്, ഇവിടെ അത് മാക്സിമം ആണ് 1. അപ്പൊ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇവിടെ നിന്ന് കൂടി 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 വന്ന് ഇവിടെ വന്ന് മാക്സിമം. ഇതിനെയാണ് നമ്മൾ P0 എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഗ്രാഫിൽ ഒറ്റ കമ്പോണന്റ് വേപ്പർ പ്രഷർ മാത്രമേ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ സാധിച്ചുള്ളൂ. കാരണം സൊല്യൂട്ടിന്റെ നമുക്ക് ഇവിടെ പ്ലോട്ട് ചെയ്യാൻ സാധിച്ചില്ല. കാരണം എന്താണ്? അത് നോൺ വോളറ്റൈൽ ആണ്. അപ്പൊ ഇവിടെ ആരുടെ വേപ്പർ പ്രഷർ മാത്രമാണ് വേപ്പർ പ്രഷറിന്റെ കാൽക്കുലേഷനിൽ വരുന്നത്? സോൾവെന്റ് മോളിക്യൂളിന്റെ മാത്രമാണ്. കാരണം ഇവിടെ സോൾവെന്റ് മോളിക്യൂൾ മാത്രമാണ് വേപ്പർ ഫേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം. ഓക്കെ, ഇത്രയുമാണ് എഫക്ട് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. ഇനി നമുക്ക് വേറൊരു കേസ് ഒന്ന് ചർച്ച ചെയ്യാം. നമ്മൾ രണ്ട് നിയമങ്ങൾ ഈ ചാപ്റ്ററിൽ പല ക്ലാസ്സിലായിട്ട് നമ്മൾ പഠിച്ചു. റൗൾസ് ലോയും ഹെൻറീസ് ലോ. ഇത് പരസ്പരം ഒന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രണ്ട് ലോയുകളും പഠിച്ചതായതുകൊണ്ട് കൃത്യമായി നിങ്ങൾക്ക് അറിയാം. ആദ്യമായിട്ട് നമ്മൾ റൗൾസ് ലോ എന്താണെന്ന് നോക്കും. റൗൾസ് രണ്ട് ലോയുടെ കമ്പാരിസൺ ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. റൗൾസ് ലോ, ഹെൻറീസ് ലോ. എന്താണ് റൗൾസ് ലോ പറയുന്നത്? Raoult's law states that for a solution of volatile liquids, the partial vapor pressure of each component is directly proportional to its mole fraction. That is P proportional to chi. അപ്പോൾ ജനറൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. എ എന്ന് പറയുന്ന കമ്പോണന്റ് ആണെങ്കിൽ നമ്മൾ PA proportional to chi A എന്ന് എടുക്കും. ബി എന്ന് പറയുന്ന കമ്പോണന്റ് ആണെങ്കിൽ PB proportional to chi B എന്ന് എടുക്കും. ഇവിടെ ജനറൽ ആയിട്ട് ഞാൻ പറഞ്ഞു P proportional to chi. അപ്പോൾ നമ്മളിവിടെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒന്ന് മാറ്റുന്നു, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. P is equal to P0 into chi. ഇവിടുത്തെ P0 എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ വിളിക്കുന്നത് എന്താ? പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണന്റ്. ഓക്കെ, ഇനി രണ്ടാമത് നമുക്ക് ഹെൻറീസ് ലോ എന്താണെന്ന് പരിശോധിക്കാം. എന്താണ് ഹെൻറീസ് ലോ? ഹെൻറീസ് ലോ states that the partial vapor pressure of a gas in vapor phase is directly proportional to the mole fraction of the gas in solution. The partial vapor pressure of a gas in vapor phase is
directly proportional to the mole fraction of the gas in solution. That is P proportional to chi. നമുക്ക് proportionality sign ഒന്ന് മാറ്റാം. That is P is equal to a constant KH into chi. What is KH? KH proportionality constant called Henry's law constant. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. Raoult's law P is equal to P0 into chi. Henry's law P is equal to KH into chi. If we compare the equations for Raoult's law and Henry's law, it can be seen that the partial vapor pressure of volatile component or gas is directly proportional to mole fraction. But the proportionality constant KH, Henry's law constant, differs from P0, the proportionality constant of Raoult's law. അപ്പോൾ ഇവിടത്തെ KH ഹെൻറീസ് ലാ കോൺസ്റ്റന്റ് P0 ഈക്വൽ ആയാൽ ഈ രണ്ട് ലോയും സിമിലർ ആണ്. From that case we can say that Raoult's law is a special case of Henry's law. അപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ കാര്യം തന്നെയാണ്. Raoult's law as a special case of Henry's law. അത് എപ്പോഴാവുന്നത്? KH become equal to P0. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ട്രാൻസാക്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത്. ഈ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ധരിക്കുന്നു. തൽക്കാലം നിർത്തുന്നു. നമസ്കാരം.